നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഓരോ ദിവസവും ചന്ദ്രനെ നോക്കിയാലുള്ള ഫലങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സന്തോഷ വാർത്തയെന്ന് വെച്ചാൽ നമ്മൾ അവസാനമിട്ട 3 ഷോർട്സിന് നല്ല വ്യൂവേഴ്സ് കിട്ടി. അതായത് 4000 വ്യൂവേഴ്സ്, 2000 വ്യൂവേഴ്സ്, 1000 വ്യൂവേഴ്സ്, അങ്ങനെ ആ ഒരു ഓർഡറിൽ നമുക്ക് വ്യൂവേഴ്സ് കിട്ടി. പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും 199 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തും. പിന്നെ നമുക്ക് അതൊരു പ്രചോദനമാവും. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു നമുക്കൊരു മോട്ടിവേഷനാണത്. അപ്പോൾ അതുകൊണ്ട് കാണുന്ന നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക. അപ്പോൾ ചന്ദ്രനെ കാണുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം. ഞായറാഴ്ച ദിവസം ചന്ദ്രനെ കാണുന്നത് ജീവിത സുഖം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തിങ്കളാഴ്ച ചന്ദ്രനെ നോക്കുന്നത് അപമാനമാണെന്നാണ് പറയുന്നത്. അതുപോലെ ചൊവ്വാഴ്ച ചന്ദ്രനെ കണ്ടാലുള്ള ഫലം മരണദുഃഖമാണ്. ബുധനാഴ്ചയാണ് ചന്ദ്രനെ കാണുന്നതെങ്കിൽ ഭയം മനസ്സിനുണ്ടാവുമെന്നാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ. വ്യാഴാഴ്ച ചന്ദ്രനെ കണ്ടാൽ ധനവും സമ്പത്തും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ വെള്ളിയാഴ്ചയാണ് ചന്ദ്രനെ ദർശിക്കുന്നത് എങ്കിൽ നമ്മുടെ സ്ത്രീ സുഖം ഉണ്ടാവുമെന്നാണ് ഫലം പറയുന്നത്. ശനിയാഴ്ച ചന്ദ്രനെ ദർശിച്ചാൽ ദുരിതമായിരിക്കും ഫലം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞായർ, വ്യാഴം, വെള്ളി ഈ ദിവസങ്ങൾ ചന്ദ്രനെ ദർശിക്കുന്നത് നല്ലതാണ്. ബാക്കി ദിവസങ്ങൾ നല്ലതല്ല. ഇനിയിപ്പം ഈ 3 ദിവസം നല്ലതാണെന്ന് കരുതി നമ്മളൊരിക്കലും മേഘങ്ങളുടെ മറവിൽ നിൽക്കുന്ന ചന്ദ്രനെയോ അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് ഇടയിലൂടെയുള്ള ചന്ദ്രനെയോ ജലത്തിൽ പ്രതിബിംബമായിട്ടുള്ള ചന്ദ്രനെയോ ദർശിക്കരുത്. അത് ദോഷമാണ്. അപ്പോൾ ഞായർ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തെളിഞ്ഞ ചന്ദ്രനെ ദർശിക്കാൻ ശ്രമിക്കുക. പിന്നെ മറ്റു ദിവസങ്ങളിൽ ചന്ദ്രനെ ദർശിച്ചാൽ ദോഷമാണെന്ന് ഓർത്തൊരിക്കലും നമ്മൾ ടെൻഷൻ ആവരുത്. കാരണം നമ്മുടെ കർമ്മം, ദശാപഹാരഫലം, നമ്മുടെ ഈശ്വരാരാധന, നമ്മുടെ ഈശ്വരാധീനം ഇതൊക്കെ നോക്കിയാണ് ഫലം നിശ്ചയിക്കുന്നത്. ഇതൊരിക്കലും വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കരുത്. ജസ്റ്റ് ഒരു ഫലം പോലെ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാനുള്ളൊരു ഇത് കിട്ടും. നമ്മൾ ഇതുവരെ 199 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക, സഹായിക്കുക.